ഹായ്, നമസ്കാരം. ടിൻറൂട്സ് എന്ന് വന്നിട്ടുള്ളത് ഒരു ഇൻഫർമേഷൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ മലയാളികൾ അതിൽ 90% ആളുകളും എന്തെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സമയത്ത് ബാങ്കുകളിൽ നിന്ന് ഏതെങ്കിലും തരത്തിലുള്ള ലോണുകൾ എടുക്കുന്ന ആളുകളായിരിക്കും. ലോണുകളിൽ തന്നെ പല തരത്തിലുള്ള ലോണുകൾ അവൈലബിൾ ആണ്. അതിൽ പ്രോപ്പർട്ടി ലോണുണ്ട്, ബിസിനസ് ലോണുണ്ട്, അതേപോലെ വെഹിക്കിൾ ലോണുണ്ട്, ഗോൾഡ് ലോണുണ്ട്. അങ്ങനെ ഒരുപാട് തരത്തിലുള്ള ലോണുകൾ നിലവിലിപ്പോൾ അവൈലബിൾ ആണ്. നമ്മളൊക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കൈകാര്യം ചെയ്യുന്ന ആളുകളുമായിരിക്കും. ഇത്തരം ലോണുകളിൽ പ്രോപ്പർട്ടി ലോണ്, അതേപോലെ പേഴ്സണൽ ലോണ്, ബിസിനസ് ലോണ് എന്നിവയ്ക്കൊക്കെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ബിസിനസ് ലോണൊക്കെ ആണെങ്കിൽ എന്തെങ്കിലും ഒരു സംരംഭം നമുക്ക് ആവശ്യമുണ്ട്. പേഴ്സണൽ ലോണൊക്കെ ആണെങ്കിൽ അത് അധികവും സാലറീഡ് പേഴ്സണൽ ലോണായിട്ടാണ് കൊടുക്കുക. അപ്പോൾ ഒരു നിശ്ചിത സാലറി എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ ഉണ്ട്. പ്രോപ്പർട്ടി ലോൺ ആണെങ്കിൽ ഒരുപാട് പേപ്പേഴ്സ് വർക്ക് ഉണ്ട്. അതേപോലെ വീട്ടിലേക്ക് റോഡ് വേണം ഒക്കെ എന്നുള്ള അങ്ങനത്തെ പ്രോപ്പർട്ടിയിലേക്ക് റോഡ് വേണം എന്നുള്ള ക്രൈറ്റീരിയാസ് ഒക്കെ ഉണ്ട്. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗോൾഡ് ലോണും അതേപോലെ വെഹിക്കിൾ ലോണുമാണ് നമുക്ക് ഏറ്റവും സ്പീഡായിട്ട് അപ്രോച്ച് ചെയ്യാൻ പറ്റുന്നതും നമുക്ക് വേണ്ട നമ്മളെ സാമ്പത്തിക ബുദ്ധിമുട്ട് എപ്പോഴാണോ ഉണ്ടാകുന്നത് അപ്പോൾ നമ്മളൊരു ലോണിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ അത് പെട്ടെന്ന് ആ ഒരു എമൗണ്ട് കിട്ടുന്ന രീതിയിലേക്ക് മാറ്റാൻ പറ്റുന്നത് ഗോൾഡ് ലോണും അതേപോലെ വെഹിക്കിൾ ലോണാണ്. ഇപ്പോൾ നിലവിൽ എല്ലാവരുടെ കയ്യിലും എന്തെങ്കിലും ഒരു വെഹിക്കിൾ ഉണ്ടാവും. അപ്പം ആ വെഹിക്കിൾ വെച്ചിട്ടോ അതല്ലെങ്കിൽ ഗോൾഡ് വെച്ചിട്ടോ ചെയ്യാൻ പറ്റുന്ന ലോണുകളാണ് ഏറ്റവും ബെറ്റർ ആയിട്ട്. ഗോൾഡ് ലോണ് അതേപോലെ വെഹിക്കിൾ ലോണ്, അതിൽ നമുക്ക് ഗോൾഡ് ലോണിനെ കുറിച്ച് ആദ്യം സംസാരിക്കാം. ഗോൾഡ് ലോൺ എടുക്കുന്ന സമയത്ത് നമ്മുടെ അസറ്റ് എന്താണോ, ഗോൾഡ് എന്താണോ, അത് നിശ്ചിത ബാങ്കിൽ വെക്കേണ്ടതുണ്ട്. അതേപോലെ തന്നെ അതിന് ഒരു നിശ്ചിത കാലാവധി ഉണ്ട്. മാക്സിമം പോയാൽ ഒരു 1 ഇയർ 2 ഇയറിലേക്കൊക്കെയാണ് നമുക്ക് ഗോൾഡ് ലോൺ കിട്ടുക. ആ ഇൻട്രസ്റ്റ് അടച്ചുകൊണ്ട് നിൽക്കണം. ഗോൾഡ് നമ്മൾ ബാങ്കിൽ വെക്കുകയും വേണം. എന്നാൽ അതൊരു EMI ആയിട്ട് കൺവേർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഓപ്ഷൻ ഗോൾഡ് ലോൺ നൽകുന്നില്ല. അതിലുപരി വെഹിക്കിൾ ലോണിലേക്ക് വരുമ്പോൾ നമ്മൾ വെഹിക്കിൾ വെച്ചിട്ട് അല്ലെങ്കിൽ വെഹിക്കിളിൻ്റെ പേപ്പേഴ്സും കാര്യങ്ങളും വെച്ചിട്ടൊരു ലോൺ എടുക്കുകയും അതിൽ നിന്ന് വരുന്ന ഇൻകം അല്ലെങ്കിൽ ആ ലോൺ എടുത്തിട്ടുള്ള പണം കൊണ്ട് നമുക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം. അതേപോലെ ആ ഒരു വെഹിക്കിൾ നമുക്ക് അതിപ്പോൾ കാറാവട്ടെ, വേറെ എന്തെങ്കിലും പിക്കപ്പ് ആവട്ടെ, അതേപോലെ ട്രക്ക് ആവട്ടെ, ഏത് വണ്ടിയാണെങ്കിലും അത് നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം. അതിൽ നിന്ന് വേറെ ഒരു ട്രക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയാണ്, അതല്ലെങ്കിൽ ഒരു പിക്കപ്പ് ഉപയോഗിക്കുന്ന വ്യക്തിയാണെങ്കിൽ അയാൾക്ക് അത് ആ വ്യക്തിയുടെ ജോലിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അത് ഉപയോഗിക്കുകയും ചെയ്യാം. എന്നിട്ട് ആ ഒരു ഇൻകമിൽ നിന്ന് ഇതിൻ്റെ ഇൻട്രസ്റ്റ് അടയ്ക്കുകയും ചെയ്യാം. അതാണ് ഗോൾഡ് ലോണിൽ നിന്ന് വെഹിക്കിൾ ലോണിനെ വ്യത്യസ്തമാക്കുന്നത്, കുറച്ചുകൂടി അപ്രോച്ച് ചെയ്യാൻ ഈസി ആയിട്ടുള്ളൂ. ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഇപ്പോൾ വെഹിക്കിൾ ലോൺ ചെയ്യുന്നുണ്ട്. അവരുടെയൊക്കെ ഒരു ഇൻകമായിട്ട് വെഹിക്കിൾ ലോൺ മാറിയിട്ടുണ്ട്. മറ്റ് ലോണുകളൊക്കെ അപേക്ഷിച്ച് വെഹിക്കിൾ ലോണിലേക്ക് നോക്കുമ്പോൾ അത് പെട്ടെന്ന് പാസ്സായി എമൗണ്ട് നമ്മളെ കയ്യിൽ കിട്ടുന്ന തരത്തിലുള്ള ഒരു ലോണാണ്. ഒരു 5 വർക്കിംഗ് ഡേയ്സിനുള്ളിൽ നമുക്ക് ലോൺ കിട്ടും. അതുകൂടാതെ കുറഞ്ഞ പേപ്പേഴ്സ് മതി. കസ്റ്റമറെ KYC, അതേപോലെ ലാൻഡ് ടാക്സിൻ്റെ കോപ്പി, വെഹിക്കിളിൻ്റെ പേപ്പേഴ്സ്, ഇൻഷുറൻസ്, അതേപോലെ RC, ഇതിൻ്റെയൊക്കെ കോപ്പികൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ലോൺ ചെയ്യുന്നുള്ളത്. ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള എല്ലാ ബാങ്കുകളും നിലവിൽ ലോൺ ചെയ്യുന്നു. പെട്ടെന്നൊരു സാമ്പത്തിക ബുദ്ധിമുട്ട് വരുമ്പോൾ വെഹിക്കിൾ ലോൺ അപ്ലൈ ചെയ്യുന്ന ആളുകൾ ആ സാമ്പത്തിക ബുദ്ധിമുട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ആ അപ്രോച്ച് ചെയ്യുന്ന ബാങ്കിൻ്റെ ക്രൈറ്റീരിയകൾ നോക്കാതെ ലോൺ ചെയ്യുന്ന ഒരു പ്രവണത നമ്മുടെ നാട്ടിലുണ്ട്, അല്ലെ നമ്മുടെ ആളുകളുടെ ഇടയിൽ. ഒരുപാട് ബാങ്കുകൾ അവൈലബിൾ ആണെന്ന് നേരത്തെ പറഞ്ഞല്ലോ. അതിൽ തന്നെ ഒരുപാട് ക്രൈറ്റീരിയാസ് ഉണ്ട്. ചില ബാങ്കുകൾ IDV, അതായത് ഇൻഷുറൻസിൻ്റെ IDV വാല്യൂ നോക്കിയിട്ട് ലോൺ ചെയ്യുന്ന ആളുകളുണ്ട്. ചില ബാങ്കുകളാവട്ടെ വെഹിക്കിളിൻ്റെ വാല്യുവേഷൻ നോക്കിയിട്ട് ലോൺ ചെയ്യുന്ന ആളുകളുണ്ട്. അതുകൂടാതെ വെഹിക്കിളിൻ്റെ വാല്യുവേഷൻ എമൗണ്ടിനേക്കാൾ 200% അധികം ലോൺ കൊടുക്കുന്ന ആളുകളുണ്ട്. ഇതിൽ തന്നെ ഈ ലോൺ എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് വെഹിക്കിൾ ലോൺ ഇൻഷുറൻസ് എന്ന് പറയുന്നത്. അതുകൂടാതെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ട് ഒരു എമൗണ്ട് വരും. അതുകൂടാതെ RC വർക്ക് എന്ന് പറഞ്ഞിട്ടൊരു എമൗണ്ട് വരും. ഇതൊക്കെ ഒരു ഹെഡ് ആൻഡ് ചാർജ് ആയിട്ട് വരുന്ന എമൗണ്ടുകളാണ്. ഇതൊക്കെ പല ബാങ്കിനും പല തരത്തിലുള്ള എമൗണ്ടുകളായിട്ടാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതൊന്നും ആളുകൾ ശ്രദ്ധിക്കാതെ അല്ലെങ്കിൽ കമ്പയർ ചെയ്യാതെ നമ്മുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് പെട്ടെന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒറ്റയടിക്ക് ലോണ് പെട്ടെന്ന് കിട്ടുന്ന ഒരു ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്നു. അതിൻ്റെ എക്സിക്യൂട്ടീവ് പറയുന്ന എന്താണോ കാര്യങ്ങൾ അത് ചെയ്തു കൊടുക്കുന്നു. പിന്നീട് EMI അടയ്ക്കുന്ന സമയത്താണ് ഇതൊക്കെ ശ്രദ്ധിക്കുക. ഈ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിഹാരം എന്നോണമാണ് ടിൻറൂട്സ് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിയിട്ടുള്ളത്. ഞങ്ങളുടെ സർവീസുകളിൽ ഞങ്ങളുമായിട്ട് കൊളാബ് ചെയ്യുന്ന ഇന്ത്യയിലെ പ്രമുഖമായിട്ടുള്ള ഒരുപാട് ധനകാര്യ സ്ഥാപനങ്ങളുണ്ട്. അവരുടെ വെഹിക്കിൾ ലോണുകൾ നിങ്ങൾക്ക് കമ്പയർ ചെയ്തിട്ട് ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് സാധനങ്ങൾ എടുക്കുന്ന പോലെ ഏതാണോ നിങ്ങൾക്ക് പറ്റിയിട്ടുള്ളത്, നിങ്ങളുടെ ഡോക്യുമെൻറ്റ്സ് അനുസരിച്ച്, നിങ്ങളുടെ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട്, നിങ്ങൾക്ക് EMI അടച്ച് പോകാൻ പറ്റുന്ന ഒരു എമൗണ്ട് അനുസരിച്ചിട്ട് നോക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ടിൻറൂട്സ് നിങ്ങൾക്ക് തുറന്നിടുന്നത്. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇന്ത്യയിലെ തന്നെ പ്രമുഖമായിട്ടുള്ള എല്ലാ ധനകാര്യ സ്ഥാപനങ്ങളും ഞങ്ങളുമായിട്ട് കൊളാബ് ചെയ്യുന്നുണ്ട്.
നിങ്ങൾക്ക് കേരളത്തിൽ എവിടെ നിന്നും ലോൺ എടുക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഞങ്ങൾ ഒരുക്കി തരുന്നുണ്ട്. വെഹിക്കിൾ സംബന്ധമായിട്ടുള്ള ലോണുകൾ, അതുകൂടാതെ പേഴ്സണൽ ലോണോ, ബിസിനസ് ലോണോ, പ്രോപ്പർട്ടി ലോണോ, അങ്ങനെ ഏത് തരത്തിലുള്ള ലോണുകളുമായിട്ട് ബന്ധപ്പെട്ട് എന്ത് സംശയമുണ്ടെങ്കിലും നിങ്ങൾക്ക് താഴെ കാണുന്ന ടിൻ റൂട്ട്സിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ ഏറ്റവും എളുപ്പത്തിൽ കമ്പയർ ചെയ്തിട്ട് ഒരു ലോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ, അതിൽ കൂടുതലായിട്ട് വെഹിക്കിൾ ലോണാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. വെഹിക്കിൾ ലോൺ എടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ആളുകൾ, അതേപോലെ ടാക്സി ഓടിക്കുന്ന ആളുകൾ, ഏതെങ്കിലും പുതിയ വണ്ടി എടുക്കുന്ന ആളുകൾ, അങ്ങനെ വെഹിക്കിളുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഏതൊരാളുകൾക്കും ഞങ്ങളെ ഏത് സമയത്തും കോൺടാക്ട് ചെയ്യാവുന്നതാണ്. കേരളത്തിൽ എവിടെയും 14 ജില്ലകളിലും നമ്മുടെ സർവീസ് അവൈലബിൾ ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ താഴെ കാണുന്ന ടിൻ റൂട്ട്സിൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതേപോലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്. ഇൻസ്റ്റാഗ്രാം പേജും ഇതേപോലെ ഈ കാണുന്ന യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിരിക്കുക. താങ്ക് യു.